എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ധനസഹായമായിട്ടുള്ള 2000 രൂപ വിതരണം ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും. പലരുടെയും കൈകളിലേക്ക് ഈ ഒരു ധനസഹായം മുടങ്ങാതെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പെൻഷൻ ആനുകൂല്യം തുടർന്ന് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സർക്കാരിന്റെ അർഹതാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പാണിത്. അതേസമയം അർഹതയില്ലാത്തവർക്ക് പദ്ധതിയിൽ നിന്ന് സ്വമേധയാ പിന്മാറുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു അറിയിപ്പ് ബാധകമായിരിക്കുന്നത്. നിലവിൽ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കേണ്ടതാണ്. വിവാഹിതരാകാത്ത മക്കളുടെ വരുമാനവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ വിവാഹിതരായിട്ടുള്ള മക്കളുടെ വരുമാനം കണക്കാക്കുന്നതല്ല. ഇപ്പോൾ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് നടത്തുന്ന പരിശോധനകളിൽ പലർക്കും 1 ലക്ഷത്തിലധികം വരുമാനം രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് നൽകുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഗുരുതര രോഗബാധിതരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുമായിട്ടുള്ള നിരവധി പേർക്ക് അർഹത ഉണ്ടായിരുന്നിട്ടും പെൻഷൻ അപേക്ഷിക്കുവാൻ കഴിയാതെ പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വാർഷിക വരുമാന പരിധി ഉയർത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നതായിട്ട് സൂചന നൽകിയിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ AC ഉള്ളവർക്ക് നിലവിലെ പെൻഷന് അർഹതയില്ല. AC ഒരു ആഡംബര വസ്തുവായി കണക്കാക്കുന്നതിനാലാണ് ഈ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം AC ഉപയോഗിക്കേണ്ടി വരുന്നവർക്ക് പ്രത്യേകം ഇളവുകൾ നൽകുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ട്. വീട്ടിൽ വാഹനമുള്ളവരെ ഒഴിവാക്കുന്ന മാനദണ്ഡത്തിലും കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 1 ഏക്കറിന് മുകളിൽ ഭൂമിയോ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടോ ഉള്ളവർക്കുള്ള നിലവിലെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുവാൻ സാധ്യത കുറവാണ്. ഇനി മറ്റൊരു കാര്യം, അർഹതയുള്ള സമയത്ത് പദ്ധതിയിൽ ചേർന്നെങ്കിലും പിന്നീട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് പദ്ധതിയിൽ നിന്ന് സ്വമേധയാ പിന്മാറുവാനുള്ള അവസരം സർക്കാർ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ അർഹതാ മാനദണ്ഡങ്ങൾ പുനർനിശ്ചയിക്കുകയും പുതിയ പരിശോധനകൾ നടത്തുകയും ചെയ്യുവാനുള്ള നടപടികൾ സർക്കാർ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ഇതിലൂടെ അർഹമായവരെ സംരക്ഷിക്കുകയും അർഹതയില്ലാത്തവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ്. അർഹതയുള്ളവർക്ക് പെൻഷൻ തുടർന്നും ലഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള എല്ലാ കൃത്യമായിട്ടുള്ള വിവരങ്ങളും നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.